ഗൈസ്, നമുക്കൊരു ഫിലിം കാണാനായിട്ട് പോയാലോ? ഇന്ന് 18 ഡിസംബർ നമ്മുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ്റെ ഭബഭ സിനിമ ഇറങ്ങുന്ന ദിവസമാണ്. ചേട്ടൻ എന്ത് ഈ ധൃതി പിടിച്ച് ഓടുന്നതെന്നറിയാവോ? ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇറങ്ങാനായിട്ട്. വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇനി സിനിമ തുടങ്ങാനായിട്ട്. എന്തായാലും ഞങ്ങൾ വന്ന് നിന്നപ്പോൾ തന്നെ ടാക്സി കിട്ടി. നമുക്ക് തൊട്ടടുത്ത് സ്റ്റാർ സിനിമാസ് എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ സിനിമ കാണാനായിട്ട് പോകുന്നത്. ഞാനും ചേട്ടനും ഓടുമായിരുന്നു കേട്ടോ. ടിക്കറ്റൊക്കെ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അകത്തേക്ക് കയറുമ്പം അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചെന്ന സമയവും ഫിലിം തുടങ്ങുന്നതും എല്ലാം ഒന്നിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു സിനിമയാണ് കേട്ടോ. പ്രത്യേകിച്ച് ലോജിക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല അടിപൊളി സിനിമയാണ് കേട്ടോ. ഈ ഒരു സീനൊക്കെ വന്ന സമയത്ത് തിയേറ്ററിലുണ്ടായ ഒരു ഓളം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അടുത്തൊരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മോഹൻലാലിൻ്റെ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഇൻട്രോ. അതും ഒരേപോലെ അടിപൊളിയായിരുന്നു. ഈ ഒരു സീനൊക്കെ എന്ന് വെച്ചാൽ തിയേറ്ററിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് പോലും കേൾക്കാൻ പറ്റാത്ത രീതി കൂവലും ബഹളവുമായിട്ട് ഒന്നും പറയണ്ട. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ടിക്കറ്റ് എടുത്ത് പോയി കാണുവാണെങ്കിൽ വർത്താണ്. ചേട്ടാ, പടം എങ്ങനെയുണ്ടായിരുന്നു? പടം നല്ല സൂപ്പർ പടം, കിടിലൻ പടം. നമ്മുടെ ദിലീപ് ഏട്ടൻ തിരിച്ച് കമ്മിങ് ബാക്ക് ആണ് കേട്ടോ ദിലീപിന്റെ. പടം കണ്ടിറങ്ങിയ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ പോയത് പാഷനിലേക്കാണ് ഗൈസ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. മെയിനായിട്ട് ഫ്രൂട്ട്സ് വാങ്ങണമായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സിന് അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേ കണ്ടില്ലേ ഗൈസ്, നമ്മുടെ സ്വന്തം ചക്കയാണ് ഗൈസ് ഈ ഒരു പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കേ നോക്കിയില്ല. എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പതുക്കെ പാട്ടും പാടി ഞങ്ങൾ തിരിച്ച് നടന്നാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.